പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കേരളം ബംഗാളിൻ്റെ വഴിയെയാണെന്നും CPM തീരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യനാളുകളിലൂടെയാണത് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ, കൂടുതൽ കണക്കുകൾ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള കണക്കുകൾ വിജയൻ്റെയും ഗോവിന്ദൻ്റെയും മുന്നിൽ തുടർച്ചയായി ഒന്നുകൂടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPMൻ്റെ ഈ ജീർണതയെക്കുറിച്ചും അതിൻ്റെ തകർച്ചയെക്കുറിച്ചുമൊക്കെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു ഞാൻ. എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞ CPMൻ്റെ തകർച്ച ഏതാണ്ട് പൂർണ്ണമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നതൊന്നുകൂടി പറയാൻ പോവുകയാണ്. അത് പറയുമ്പോൾ ഇന്നലെ ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്താണ്? ചുവപ്പ് കാവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യ ചില സൂചനകളാണ് ഞാൻ ഇന്നലെ തന്നത്. അതായത് നമുക്കറിയാമല്ലോ, CPMൻ്റെ വാദം എന്താ? ഇന്ന് കോൺഗ്രസ്, നാളെ BJP എന്നായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് മുഴുവൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയിരുന്ന CPMൻ്റെ മസ്തകം തകർക്കുന്ന കണക്കുകൾ ഇന്നലെ അതിൻ്റെ പ്രാഥമിക കണക്കുകൾ ഞാൻ പുറത്ത് വിട്ടിരുന്നു. ഇന്ന് വീണ്ടും അതിൻ്റെ തുടർച്ചയായി എങ്ങനെയാണ് CPMനെ BJP വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കണക്കുകൾ ഇന്ന് വീണ്ടും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്നലെ ഞാൻ പറഞ്ഞത് പ്രധാനമായും ആലപ്പുഴ മണ്ഡലത്തിലെ കണക്കുകളാണ്. നമുക്കറിയാം, 2019 10,000 വോട്ടിന് കേരളത്തിൽ ആകെ ജയിച്ച ഒരു MP ആയിരുന്നു AM ആരിഫ്. 10,000 വോട്ട്. അവിടെ 63,513 വോട്ടിന് UDF ജയിച്ചു എന്ന് മാത്രമല്ല, അവിടെ CPMൻ്റെ വോട്ടുകൾ ഡയറക്റ്റായി BJPയിലേക്കാണ് പോയതെന്നുള്ളത് അതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. CPMന് 1 ലക്ഷം വോട്ട് കുറഞ്ഞപ്പോൾ BJPക്ക് 1 ലക്ഷം വോട്ട് കൂടി. അതിൻ്റെ കണക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു. മണ്ഡലങ്ങളിലേക്ക് കണക്കെടുത്ത് നോക്കിയാൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഞാനത് പറഞ്ഞിരുന്നു. ഒന്നുകൊണ്ട് കണക്കുകളോട് ഞാൻ ഇന്ന് പറയാം. ആലപ്പുഴ സംബന്ധിച്ച് ഞാൻ ആലപ്പുഴയല്ല കേന്ദ്രീകരിക്കാൻ പോകുന്നെങ്കിലും എൻ്റെ ചില കണക്ക്. ഇപ്പോൾ ചേർത്തലയിൽ 2019 83,221 വോട്ടുകൾ ആരിഫിന് ലഭിച്ചെങ്കിൽ 2024 ലഭിച്ചെത്രയെന്നറിയോ? 61,858 വോട്ടുകൾ. ആലപ്പുഴയിൽ ആരിഫിന് 65,751 വോട്ടുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ അതിപ്പോൾ 47,000. ഈ നിലയിലാണ് കുത്തനെയുള്ള കുറവ്. ഈ കുത്തനെയുള്ള കുറവുകൾ മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് BJPക്കാണ് എന്നും ഞാൻ നേരത്തെ ഇന്നലെ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. 1 ലക്ഷം വോട്ട് ആരിഫിന് കുറഞ്ഞപ്പോൾ 1 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന് കൂടി. ശോഭാ സുരേന്ദ്രനും ആരിഫും തമ്മിലുള്ളത് ഏതാണ്ട് ഒരു 50,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. ശോഭാ സുരേന്ദ്രന് 2,99,648 വോട്ട് കിട്ടിയെങ്കിൽ ആരിഫിന് കിട്ടിയത് 3,41,000. ഇത്രേ വ്യത്യാസമുള്ളൂ. 2,99,000-ഉം 3,40,000 തമ്മിൽ BJPയും LDFും തമ്മിൽ വ്യത്യാസമുള്ളൂ ആലപ്പുഴയിൽ. ഈ നിലയിൽ CPMൻ്റെ വോട്ടുകൾ കൂട്ടമായി വൻതോതിൽ CPMൽ നിന്ന് BJPയിലേക്ക് പോയി. അതിൻ്റെ പ്രത്യേകത എന്താ? CPMന് പതിറ്റാണ്ടുകളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകളാണ് വലിയ തോതിൽ BJPയിലേക്ക് മാറിയത്. അതിൻ്റെ കണക്കുകൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കണക്കുകൾ ഞാൻ പറയുമ്പോൾ ഞാൻ ആറ്റിങ്ങലെന്നും തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞിരുന്നു പൊതുവിൽ. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്ന് ഒന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആറ്റിങ്ങലിൽ BJPയുടെ വോട്ട് ശതമാനം 24.69 നിന്ന് അവർ 31.6% കൂട്ടി. 2019-നും 2024-നും ഇടയ്ക്ക് ഏതാണ്ട് 6.1% വർധന. അതിൻ്റെ ഭാഗമായി നമ്മൾ കണക്ക് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നറിയാമോ? ആറ്റിങ്ങലിൽ 2021-ൽ 2019-ലെല്ലാം 2019-ൽ മിക്കവാറും UDF തന്നെയായിരുന്നു ജയിച്ചത്. 2021-ൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് CPM ജയിച്ചു പോകുന്നത്. വൻ ഭൂരിപക്ഷത്തോടു കൂടി. ഉദാഹരണത്തിന് ആറ്റിങ്ങലിൽ ഭൂരിപക്ഷം 36,363 ആയിരുന്നു. കാട്ടാക്കടയിൽ 23,000 ആയിരുന്നു. നെടുമങ്ങാട് 23,000 ആയിരുന്നു.
അരുവിക്കരയിൽ 5048 നോക്കിയാൽ ബാക്കിയെല്ലാം 10,000-ന് മുകളിലായിരുന്നു 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം. എല്ലാ മണ്ഡലത്തിലും LDF 7 മണ്ഡലങ്ങളിലും LDF ആണ് ജയിച്ചത്. എന്നാൽ 2024 വരുമ്പോൾ ഉള്ള സ്ഥിതി എന്താ? 2024 വരുമ്പോൾ 4 മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യം, 3 മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് ഭൂരിപക്ഷം. 3 മണ്ഡലങ്ങളിൽ UDFും LDF 1. 7 എന്നുള്ളത് 7-1 എന്നുള്ള നിലയിലേക്ക് മാറി. പക്ഷേ LDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി 2021 ജയിച്ച 3 മണ്ഡലമല്ല 2 മണ്ഡലങ്ങൾ. ആ 2 മണ്ഡലങ്ങളിൽ BJP ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അതിഭീകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആറ്റിങ്ങലിൽ 31,636 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 2021 LDFിന് ഉണ്ടായിരുന്നതെങ്കിൽ 2024 അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 6,287 വോട്ടായി മാറി. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 31,000 LDFിൻ്റെ 31,636 വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ 6,287 വോട്ടായി മാറുന്നു. അപ്പോൾ എത്ര വോട്ട് അവിടെ ആ മണ്ഡലത്തിൽ മാറിയെന്നും അത് എത്ര ഭീകരമായിട്ടാണ് ദേശീയ ജനാധിപത്യത്തിന് സഖ്യത്തിന് പോയത്, BJPക്ക് പോയെന്ന് നമ്മൾ ഓർത്തോണം. കാട്ടാക്കടയിൽ 23,231 വോട്ടിനാണ് LDF 2021 ജയിച്ചത്. അത് 4,779 NDA ആയി മാറുന്നു. ആലോചിച്ച് നോക്കാം, അവിടെയും എത്ര വോട്ടുകളാണ് മാറിയത് എന്നാലോചിച്ച് നോക്കണം. 2019 2024 ഇടയ്ക്ക് BJPക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 63,698 വോട്ടിൻ്റെ വർധനയാണ് ഉണ്ടായത്. 63,698 വോട്ടിൻ്റെ വർധന. അപ്പോൾ ഇന്നലെ ഞാൻ ആറ്റിങ്ങലിൻ്റെ കാര്യം സൂചിപ്പിച്ചു, ആലപ്പുഴയുടെ കാര്യം സൂചിപ്പിച്ചു. ഇന്നതായിപ്പോൾ ആറ്റിങ്ങലിൻ്റെ കാര്യം സൂചിപ്പിക്കും. ഇവിടെയും LDFിൽ നിന്ന് BJPയിലേക്ക് പോയ വോട്ട് എന്താ? ഹൈന്ദവ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ. CPMൻ്റെ അടിത്തറ അതാണ് ഇവിടെയും NDAയിലേക്ക് പോയത്. അതായത് ഈ ആറ്റിങ്ങലിൽ തന്നെ BJPക്ക് NDA കിട്ടിയ വോട്ടിലുള്ള വർധന നമ്മൾ നോക്കണം. വർക്കലയിൽ 2021 11,214 വോട്ടാണ് BJPക്ക് കിട്ടിയെങ്കിൽ ഇപ്പോൾ 40,816 കൂടിയത് വർക്കലയിൽ. ആലോചിച്ച് നോക്കൂ. നെടുമങ്ങാട് 26,861 വോട്ടാണ് 2021 കിട്ടിയതെങ്കിൽ അതിപ്പോൾ 45,180 വോട്ടായി വർദ്ധിച്ചിരിക്കുന്നു. വാമനപുരത്ത് 2021 BJPക്ക് വെറും 5,603 വോട്ട്. കേട്ടോണം, 5,603 വോട്ട്. അത് 2024 40,170 വോട്ടായി മാറുന്നു. അരുവിക്കരയിൽ 15,000 വോട്ടായിരുന്നത് 38,333 വോട്ടായി മാറുന്നു. കാട്ടാക്കടയിൽ 34,000 വോട്ടായിരുന്നത് 47,834 വോട്ടായി മാറും. അപ്പോൾ ആലപ്പുഴയിലെ അതിഭീകരമായിട്ടുള്ള BJPയിൽ CPMൽ നിന്ന് BJPയിലേക്കുള്ള ഹിന്ദു വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതാണ്ട് അതുപോലെയോ അതിന് സമാനമായോ ആറ്റിങ്കലിലും CPMന് പതിറ്റാണ്ടുകളായി കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ എങ്ങോട്ട് മാറുന്നു? BJPയിലേക്ക് മാറുന്നു. ഇനി തിരുവനന്തപുരത്ത് വന്നാലോ? തിരുവനന്തപുരത്ത് 2021 6 മണ്ഡലങ്ങളിലും LDFിനായിരുന്നു ഭൂരിപക്ഷം. 6 മണ്ഡലങ്ങളിൽ കോവളത്ത് മാത്രമാണ് UDFിനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2024 നോക്കുമ്പോൾ അവസ്ഥ എന്താ? 2024 നോക്കുമ്പോൾ 3 മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യം. 3 മണ്ഡലങ്ങളിലും, അതായത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, ഈ 3 മണ്ഡലങ്ങളിലും NDAക്ക് 1ാം സ്ഥാനം. ബാക്കി 4 മണ്ഡലങ്ങളിൽ UDFുമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? അവിടെയും 2021 വട്ടിയൂർക്കാവിൽ 21,515 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിന് കിട്ടിയെടുത്ത് ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 8,162 വോട്ട്. കഴക്കൂട്ടത്ത് 23,497 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 10,842 വോട്ടിൻ്റെ ഭൂരിപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്. അപ്പോൾ ആ മണ്ഡലത്തിൽ എത്ര വോട്ട് മറിഞ്ഞു? എങ്ങോട്ട് മറിഞ്ഞു? CPMൽ നിന്ന് NDAയിലേക്ക് മറിഞ്ഞു. അതായത് 23,497 വോട്ടിനാണ് LDF 2021 അവിടെ ചെയ്തത്. അവിടെ 10,842 വോട്ടിൻ്റെ ഭൂരിപക്ഷം NDAക്ക്. അതുപോലെ നേമത്ത് 3,949 വോട്ടിനാണ് LDF ജയിച്ചു തരുന്നതെങ്കിൽ ഇപ്പോൾ 22,126 വോട്ടാണ് NDAക്ക്. 3,000 ചില്ലാനത്തിന് LDF ജയിച്ചെടുത്ത് NDA ജയിക്കുന്നത് 22,126. ആലോചിച്ച് നോക്കൂ. അവിടെയും CPMൻ്റെ അടിത്തറയായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ തന്നെയാണ് നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമൊക്കെ BJPക്ക് അനുകൂലമായി മാറുന്നത്. ഇനി BJPയുടെ തിരുവനന്തപുരത്തെ വോട്ട് വർധന നമ്മളൊന്ന് നോക്കിയേ. വട്ടിയൂർക്കാവിൽ 2021 39,592 വോട്ടാണ് BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 53,025 വോട്ടായി കൂടിയിരിക്കുന്നു.
തിരുവനന്തപുരത്ത് 34,996 വോട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 43,755. കോവളത്ത് വെറും 18,664 വോട്ടായിരുന്നു, അതിപ്പോൾ 47,376 വോട്ടായി കൂടി. നെയ്യാറ്റിൻകരയിൽ 21,000 വോട്ടായിരുന്നു 36,000 വോട്ടായും, പാറശാലയിൽ 29,000 വോട്ടായിരുന്നു 45,957 വോട്ടായും വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ആലപ്പുഴയിൽ മാത്രമല്ല, ആറ്റിങ്ങലിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും വലിയ തോതിൽ CPM-ൻ്റെ വോട്ട് BJP-യിലേക്ക് മാറുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഞാനൊന്ന് ആലത്തൂരിൻ്റെ കണക്കും കൂടെ നോക്കി. ആലത്തൂരിൽ 2019 BJP-ക്ക് 89,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1,86,000 വോട്ട് BJP-ക്ക്. ആലത്തൂർ എന്ന് പറഞ്ഞാൽ, ആലത്തൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? CPM-ൻ്റെ ഉരുക്ക് കോട്ടയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് രമ്യ ഹരിദാസ് അവിടെ ജയിച്ചത്. അതിനു മുമ്പ് CPM ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലമായിരുന്നു ആലത്തൂർ. അവിടെ 89,000-ൽ നിന്ന് 1,86,000-ലേക്ക്. അവിടെ LDF-ന് 71,000 വോട്ട് കുറഞ്ഞപ്പോൾ UDF-ന് BJP-ക്ക് 23,000 വോട്ട് കൂടി. അവിടെ തരൂർ, ആലത്തൂർ, ചേലക്കര മുതലായ 3 മണ്ഡലങ്ങളിലായി CPM-ന് 71,000 വോട്ട് കുറഞ്ഞപ്പോൾ BJP-ക്ക് അവിടെ 23,837 വോട്ടുകൾ കൂടി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് കാണുന്നത് എന്താ? ഇതിൽ നിന്ന് കാണുന്നത് CPM-ൻ്റെ പുറകിൽ പതിറ്റാണ്ടുകളായി പാറ പോലെ ഉറച്ചു നിന്ന ഹൈന്ദവ വോട്ടുകളിലേക്ക് അതിശക്തമായിട്ടുള്ള കടന്നുകയറ്റം BJP നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു ആദ്യ സൂചനയാണ് ഞാൻ ഇന്നലെ ആലപ്പുഴ മണ്ഡലത്തിന് തന്നത്. ഇന്ന് ഞാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ കണക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു. അപ്പോൾ തെക്കൻ കേരളത്തിലെ 3 മണ്ഡലങ്ങൾ, വടക്കൻ കേരളത്തിലെ 1 മണ്ഡലം, അങ്ങനെ 4 ലോക്സഭാ മണ്ഡലങ്ങൾ. 4 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 28-30 സീറ്റുകൾ വരും. ആ സീറ്റുകളിൽ വലിയ കടന്നുകയറ്റം CPM-ൻ്റെ ഹിന്ദു വോട്ടുകളിലേക്ക് BJP നടത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. ഇനി ഒരു കണക്കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു BJP. 1-ാം സ്ഥാനത്ത്. ആ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന 11 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച മണ്ഡലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരഞ്ഞാലക്കുട, പുതുക്കാട്, മണലൂർ, ഇതെല്ലാം ഇടതുപക്ഷം ജയിച്ച മണ്ഡലം. അതിൽ ഒല്ലൂർ എന്ന് പറയുന്നത് ഏതാണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഏതോ ഒരു CPI-യുടെ മന്ത്രിയുടെ ഒരു മണ്ഡലമാണെന്നും കൂടി എനിക്ക് തോന്നുന്നു. പിന്നെ 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തുണ്ട്. അതിൽ UDF, LDF ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വളരെ വളരെ വ്യക്തമാണ്. CPM-ൻ്റെ ഹൈന്ദവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു. ആ വിള്ളലിലേക്ക് വലിയ തോതിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് BJP ആണ്. 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് തന്നെ അവർ എത്തിയിരിക്കുന്നു. ആലപ്പുഴ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ആലത്തൂർ മുതലായിട്ടുള്ള 4 ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും CPM-ൻ്റെ ഹിന്ദു വോട്ടുകളിലേക്ക് അതിശക്തമായിട്ടുള്ള കടന്നുകയറ്റം BJP നടത്തിയിരിക്കുന്നു. ഇത് ബോധ്യപ്പെടാൻ CPM-ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊട്ടത്തരം ഇപ്പോഴും വിളിച്ചു പറയുകയാണ്. ദേശാമാനി പത്രത്തിൽ ഇപ്പോഴും ശുദ്ധ അസംബന്ധങ്ങൾ വിളിച്ചു പറയുകയാണ്. ആ അസംബന്ധങ്ങളിലേക്ക് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പോയിക്കോളാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM-ൻ്റെ അവസാന നാളുകളിലേക്ക് CPM കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ CPM-ൻ്റെ അടിസ്ഥാന ഹൈന്ദവ വോട്ട് ബാങ്കിലേക്ക് BJP 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ, അതായത് ഒരു 10-30ഓളം നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിലും അവർ നടത്തിയിരിക്കുന്ന വലിയ കടന്നുകയറ്റം എന്നതിൻ്റെ ഞെട്ടിക്കുന്ന, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള കണക്കുകളാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.